ഹലോ. ബ്രോ ഇവിടെ വരുമ്പോ ഹലോ. എന്ത് പറഞ്ഞിട്ടാണ് വന്നേന്നുള്ളത് ഓർക്കുന്നുണ്ടാ? ഉണ്ട്. എന്ത് പറഞ്ഞിട്ടാ വന്നേ? ഏത് അവസ്ഥയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നെ? ഈ അവസ്ഥയിൽ നിന്ന് എത്രയോ ബെറ്റർ ആയി ഞാൻ ഇപ്പോ. തന്നെയാണ് ബ്രോ ഇവിടെ വരുമ്പോ എന്ത് പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നെ? ഞാൻ ചോദിക്കുകയാണ്. അത്രയോ അബദ്ധത്തിലേനുള്ള ഞാൻ എനക്ക് അങ്ങനെ പണി വരെ ഇതാക്കി പോകേണ്ട സ്ഥിതിയിൽ എത്തിയിട്ടാ ഞാൻ അങ്ങോട്ടേക്ക് വന്നത്. പണി വരെ നിർത്താന്നുള്ള സിറ്റുവേഷനിലാണ് ഇവിടെ വരുന്നത്. ഓക്കെ ഓക്കെ. ഓക്കെ എന്നിട്ടാണ് ഇപ്പോ നല്ല മാറ്റം വന്നത്. ഓക്കെ. എന്താണ് ഇപ്പൊ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഇപ്പൊ എന്താണ് പറയുന്നത്? ഇപ്പൊ നല്ല മാറ്റമുണ്ട്. ഇപ്പൊ എന്നാ വേറെ തന്നെ സെക്ഷനിലേക്ക് വിട്ട്. ഇപ്പൊ ലാബ് കൺട്രോൾ ചെയ്യേണ്ടിട്ട് തന്നെ വിട്ടിട്ടുള്ളത്. കൺട്രോളർ ആക്കിയിട്ട് വിട്ടു, ഒരു മാനേജർ എന്നുള്ള മോഡിലാക്കി വിട്ടു. ഇപ്പം വേറെ തന്നെ ഒരു ലാബ് ഉണ്ടാവൂല്ലേ, ലാബിന്റെ ആൾക്കാർ നാട്ടിൽ പോകും. ആ ടൈം എന്നോട് കൺട്രോൾ ചെയ്യാൻ പറഞ്ഞാളെ. ഓക്കെ ഓക്കെ ഓക്കെ. ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നുള്ളത് വന്നു അല്ലെ? വേറെ ആർക്കും അങ്ങനെ കിട്ടാത്ത സംഭവം ഇത്. മനസ്സിലായി മനസ്സിലായി. അത് അന്ന് ഞാൻ കോഴ്സിന് ചേർന്നുകൊണ്ട് ഞാൻ ഇപ്പൊ ഈ ലെവലിലെത്തി. ഇല്ലെങ്കിൽ ഇപ്പോ ഇതേ സ്ഥിതിയായിരിക്കും. മനസ്സിലായി മനസ്സിലായി. പക്ഷെ ഈ സംഭവം ഇല്ലേ, ഇടക്കിടക്ക് മനസ്സിൽ വരുന്നുണ്ട്. ആ ഒരു 5 സെക്കൻഡ് കൊണ്ട് ഇത് പോകുന്നുണ്ട്. അതാണ് നിനക്ക് സംഭവിക്കുന്ന വ്യത്യാസം എന്നുള്ളത്. ഇവിടെ ഈ പറഞ്ഞ ട്രെയിനിങ്ങിലൂടെ നീ പ്രോപ്പർ ആയിട്ട് പോകുന്ന സമയത്ത് ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് ചോദിക്കുന്ന കാര്യമാണ്, ബ്രോ ഇതിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ലസ്റ്റിന്റെ തോട്ട്സ് മൈൻഡിൽ വരില്ലേ, മാസ്റ്റർബേറ്റ് ചെയ്യുന്നതിനുള്ള ടെൻഡൻസി എന്നുള്ളത് മൈൻഡിൽ വരില്ലേ? ഡെഫിനറ്റ്ലി വരുന്നുണ്ടാവും. നീ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പിന്നീട് വരുന്നുണ്ടാവും. പക്ഷെ ഇപ്പൊ നീ പറയുന്ന കാര്യം എന്താണ്, ഇത് 5 സെക്കൻഡ് കൊണ്ട് നിനക്കത് മാറ്റാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാ. പക്ഷെ മുമ്പ് എങ്ങനെയായിരുന്നു? അതേ ഓളത്തിൽ പോകും. അതേ ഓളത്തിൽ പോകും. ഓക്കെ. ഇതെങ്ങനെയാണ് ഇപ്പൊ 5 സെക്കൻഡ് കൊണ്ട് മാറ്റാൻ പറ്റുന്നത്? ആ ബ്രോന്റെ ഒരു ഡയലോഗ് ഇല്ലേ, ഒരു ഫസ്റ്റത്തെ ഒരു ദിവസം പറഞ്ഞ് ഫ്രണ്ട്സിനെ വിളിക്കണം എന്ന് പറഞ്ഞു ഒരു വീഡിയോയില്. രണ്ടാമത്തെ വീഡിയോയില് ബ്രോ പറയുന്നില്ല മറ്റേ എന്തിനു വേണ്ടിട്ട് ഞാൻ ഇത് ചെയ്ത് ഇങ്ങനെ ഈ കോഴ്സിന് ചേർന്നുള്ള സംഭവമില്ലേ. പിന്നെ ഇത് കോഴ്സിന് ചേർന്നിട്ട് ഇതന്നെ മനസ്സിലാലോചിക്കുന്നതിന്റെ കാരണം ആ 2 കാരണം അതിനകത്താണ് ഞാൻ ക്ലിക്കായ ഒന്നും കൂടി. അതാണ് ഞാൻ ഇൻജെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇൻജെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വരുമ്പോ ആദ്യം ആലോചിക്കും ഇതെന്തിനാണ് ഈ കോഴ്സിന് ചേർന്നതിന് ഓർമ്മയുണ്ടോ, എന്നിട്ട് അതിനെ കുറിച്ചുള്ള ഇത് മനസ്സിൽ കൊണ്ടുവരും. പിന്നെ ഇത് കോഴ്സിന് ചേർന്നിട്ട് ഇത് ആലോചിച്ചാല് വീഴ്ചകളെ കുറിച്ച് ആലോചിക്കും. അതാണ് അന്നെ ഈ ലെവലിൽ എത്തിച്ചത്. മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. ഇനി ബാക്കിയുള്ള ക്ലാസ്സും കൂടി അറ്റൻഡ് ചെയ്യാൻ ഇപ്പൊ അത്ര വരെ എത്തിയിട്ടുള്ളൂ. ഞാൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. മനസ്സിലായി. പക്ഷെ എന്തായാലും 40 ദിവസം ആയല്ലോ, അത് അടിപൊളി. ഇതുവരായിട്ട് സംഭവം ചെയ്തിട്ടില്ല ഇത്രയും ദിവസമായിട്ട്. ഓക്കെ. ഇതുവരെ ലൈഫിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ 40 ദിവസം എന്നുള്ള രീതിയിൽ ഇതിനു മുമ്പ് നിന്നിട്ടുണ്ടോ? ഇല്ല. ലൈഫിൽ ആദ്യമായിട്ടാണോ? നല്ല വ്യത്യാസമുണ്ട്. പക്ഷെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഈ സംഭവം വന്നാലില്ല, ഈ 5 സെക്കൻഡ് തോട്ട് വന്നാല് പിന്നെ ഒന്ന് ഡൗൺ ആകുന്ന പോലെ തലയെല്ലാം ഒരു ഇതാവൂലേ. അതുണ്ടാവും. 40 ദിവസമല്ല ആയിട്ടുള്ളൂ. അത് ഇനിയും കുറെ കൂടി പ്രാക്ടീസ് കഴിയുമ്പോ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് പോവാന്നുള്ളതല്ല, ഇതുവരെ സംഭവിച്ചത് തന്നെ ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. ഇത്രയും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായത് തന്നെ അടിപൊളിയാണ്. ഇനി ബാക്കിയുള്ളതും ഗ്രാജുവലി മാറിക്കോളും. ഓക്കെ. ഓക്കെ.